ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എന്ത് വലിയ ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത്, വരാൻ പോകുന്ന സമയം എന്നാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമം, നിങ്ങളോട് ഈക്വലായിട്ട് പെരുമാറുന്ന ആൾക്കാരില്ല. ഫ്രണ്ട് സർക്കിളിലായാലും ഫാമിലിയിലായാലും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല. അവരെ ആവശ്യം കഴിയുമ്പോൾ പിന്നെ നിങ്ങളെ ഒരു എന്താ പറയുക, കരിയില പോലെ കളയുന്നു. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്ന്, എൻ്റെ ജീവിതത്തിൽ ഇനിയെങ്കിലും വരുന്നവർ ആത്മാർത്ഥമുള്ളവരായിരിക്കണം, അല്ല എങ്കിൽ ഇപ്പോൾ ഉള്ളവർ ആത്മാർത്ഥമുള്ളവരാക്കി മാറ്റണേ ദൈവമേ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളോട് ബന്ധം വയ്ക്കുന്നവരാണ് മിക്കവാറും ആൾക്കാരും. ഇത് നിങ്ങളുടെ ആഗ്രഹമാണ്. ഈ ഒരു ആഗ്രഹം പൂർണ്ണമാകാൻ പോകുകയാണ്. നിങ്ങളൊരു ട്രസ്റ്റ്, ആർക്ക് വേണമെങ്കിലും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളും മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ ട്രസ്റ്റ് ചെയ്യും, പക്ഷെ പിന്നെയാണ് നിങ്ങൾക്ക് പണി കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന എന്നെപ്പോലെ ആത്മാർത്ഥതയുള്ള, വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരെ മാത്രം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരണം, അവരുമായിട്ട് ബന്ധം വയ്ക്കാൻ എനിക്ക് പറ്റണമെന്നാണ്. നിങ്ങൾ അമ്മയോടായാലും അച്ഛനോടായാലും ഹസ്ബൻഡിനോടായാലും വൈഫിനോടായാലും മക്കളോടായാലും ഫ്രണ്ട്സിനോടായാലും ആരോടായാലും ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ഭാവമാണ് വയ്ക്കുന്നത്. തിരിച്ചും നിങ്ങൾക്ക് അതേപോലെ ലഭിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ ഉറപ്പായിട്ടും ഡിസർവ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ തിരിച്ച് നിങ്ങൾക്കത് ഉറപ്പായിട്ട് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന വരാൻ പോകുന്ന സമയം. കഴിഞ്ഞ പാസ്റ്റിൽ നിങ്ങൾക്ക് ഇമോഷണലായിട്ട് എന്തോ വലിയ ഒരു അടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളെപ്പോഴും അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ തിരിച്ച് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഇത് കിട്ടുന്നില്ല. നിങ്ങൾ ഗീവ് ചെയ്യുന്നു, പക്ഷേ തിരിച്ച് ആരും നിങ്ങൾക്ക് അതുപോലെ ഗീവ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ വിഷമമെന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ഇമോഷണലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ആർക്കും നിങ്ങളോടില്ല. നിങ്ങളുടെ മുന്നിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷേ ഒത്തിരി ആൾക്കാരുടെ നടുവിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. കാരണം നിങ്ങളുടെ ദുഃഖം ഷെയർ ചെയ്യാനോ നിങ്ങളുടെ വിഷമം പറയാനോ ഒന്നും തന്നെ ആരും ഉണ്ടാവത്തില്ല. നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്, എല്ലാവരും അടുത്തുണ്ടായിട്ടും. ക്ലാസ്സിൽ നിങ്ങൾ ഒത്തിരി കള്ളത്തനവും ചതിയും എല്ലാം നേരിട്ട വ്യക്തിയാണ്. നിങ്ങൾ അതൊരിക്കലും ഡിസർവ് ചെയ്യാത്ത കാര്യമായിരുന്നു. ഒരു കാര്യം പറയാലോ, നിങ്ങൾക്ക് ഈക്വാലിറ്റി നല്ല രീതിയിൽ ചെയ്യാൻ അറിയാം, പക്ഷേ മറ്റുള്ളവർ അതേപോലെ നിങ്ങളോട് ഈക്വാലിറ്റി കാണിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല. നിങ്ങൾ മാക്സിമം ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഓപ്പോസിറ്റുള്ള വ്യക്തി അതിന് സമ്മതിച്ചില്ല. രണ്ട് കൈയും കൂട്ടി മുട്ടുമ്പോഴല്ലേ സൗണ്ട് ഉണ്ടാകുന്നത്. അതേപോലെ നിങ്ങൾ മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ, ഓപ്പോസിറ്റ് വ്യക്തിയും കൂടെ ശ്രമിക്കണ്ടേ. പിന്നെ നിങ്ങൾ വിശ്വസിച്ചത് സമയം നല്ലതാവുമ്പോൾ എൻ്റെ ലൈഫിൽ നല്ല ആൾക്കാർ വരുമെന്നാണ് നിങ്ങൾ മനസ്സിനെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷ വാർത്ത ഇതാണ്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത ആ ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ആത്മാർത്ഥതയുള്ള ആൾക്കാർ വരാൻ പോകുകയാണ്. ഒരു സമയം നിങ്ങളുടെ ഇമോഷൻസിന് ആരും വാല്യൂ തന്നില്ല, പക്ഷേ നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ആളുണ്ട്. അതുകൊണ്ടാണ് ദൈവം നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു ആത്മാർത്ഥതയുള്ള ആൾക്കാരെ അയക്കുന്നത്. ഒരു സമയം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം നിങ്ങൾ ആഗ്രഹിച്ച പോലെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട, പക്ഷെ പിന്നെ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ഉറപ്പായിട്ടും ദൈവം തരുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിലായാലും നല്ല രീതിയിൽ പതുക്കെ പതുക്കെ എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ട് കൂടുന്ന ആ ഒരു നിമിഷം വരുന്നതാണ്. ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണയുടെ ആ ഒരു ഇത് വരുമ്പോഴാണ് ബന്ധങ്ങൾ തമ്മിൽ പിരിയുന്നത്. പിന്നെ കൂടിച്ചേരലും അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല, പക്ഷേ പിന്നെ പിന്നെ ആ ഒരു തെറ്റിദ്ധാരണ മാറുമ്പോൾ വീണ്ടും കൂടിച്ചേരൽ ഉണ്ടാകുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് ബന്ധങ്ങളിൽ പല തെറ്റിദ്ധാരണകൾ വരുന്നു. അച്ഛനും മക്കളും തമ്മിലുള്ള പിണക്കം, മക്കൾ തമ്മിലുള്ള പിണക്കം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ, അങ്ങനെ ബന്ധങ്ങൾ ഇല്ലാതായി. നല്ല രീതിയിൽ പോയ പല ബന്ധങ്ങളും ഇല്ലാതായി. ഇനി അതിലൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. കാരണം നിങ്ങൾ തന്നെ കാണും നിങ്ങളുടെ ബന്ധങ്ങളിൽ, അതായത് നിങ്ങൾ അച്ഛനും അമ്മയും പിരിഞ്ഞിരിക്കുന്നു, മക്കൾ അച്ഛനും പിരിഞ്ഞിരിക്കുന്നു, മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഇതിലൊക്കെ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ മെയിനായിട്ടും എവിടെയാണ് തെറ്റിദ്ധാരണ വന്നത്, എവിടെയാണ് ഞാൻ മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ചത് എന്ന് ഈ തമ്മിൽ തെറ്റിദ്ധാരണ വന്ന ആൾക്കാർ തന്നെ ചിന്തിക്കും. അങ്ങനെ ആ ഒരു തെറ്റിദ്ധാരണയെല്ലാം മാറി വീണ്ടും പഴയതുപോലെ ബന്ധങ്ങൾ മാറും. നിങ്ങളുടെ സ്വന്തക്കാർക്ക് ഒരു സത്യം മനസ്സിലാവും. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ള കാര്യം അവരുടെ മുന്നിൽ തെളിയും. ആരാണോ നിങ്ങളെ ഇവർക്കെതിരെ തിരിച്ചത് അവരുടെ സത്യാവസ്ഥ അവരുടെ മുന്നിൽ വരും.
അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് സ്വന്തം ആൾക്കാരോടല്ലേ ഞാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പെരുമാറിയത് എന്ന് അപ്പോൾ ഒരു എന്താ റിയലൈസേഷൻ ഉണ്ടാകും. നിങ്ങൾ എല്ലാ സാഹചര്യത്തിലും ശാന്തതയായിട്ടിരുന്നു. അതായത് ലിമിറ്റ് ക്രോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ വന്നു. എന്നിട്ട് പോലും നിങ്ങൾ മനസ്സിനെ കല്ലാക്കി മാറ്റി ശാന്തരായിട്ടിരുന്നു. അതായത് പ്രതികരിക്കണ്ട, പ്രതികരിച്ചാൽ പ്രശ്നമാകും, വേണ്ട, എന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ, ദൈവം ഇത് കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒന്നും പ്രതികരിച്ചില്ല. അതാണ് നിങ്ങളുടെ വ്യക്തിത്വം. നിങ്ങൾക്കൊരു ലിമിറ്റ് കൺട്രോൾ ചെയ്യാൻ അറിയാം. നിങ്ങൾ എപ്പോഴും ബന്ധങ്ങൾക്കാണ് വില കൊടുത്തത്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലായാലും നിങ്ങൾ ബന്ധങ്ങൾക്ക് വില കൊടുത്തത് കൊണ്ട് പ്രതികരിക്കാതെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിന്നു. നിങ്ങളുടെ ഈ ഒരു സ്വഭാവം ഈശ്വരൻ ഉറപ്പായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഗിൽറ്റ് തോന്നുന്നുണ്ടാവില്ല. കാരണം നിങ്ങളുടെ കൂടെ ആരാണോ തെറ്റ് ചെയ്തത് അവർക്കായിരിക്കും ഗിൽറ്റ് തോന്നുക. അവർ ഉറപ്പായിട്ടും അവരുടെ തെറ്റ് മനസ്സിലാക്കുന്നതാണ്. പതുക്കെ പതുക്കെ നിങ്ങളോട് മാപ്പും ചോദിക്കുന്നതാണ് അവർ. ഈ ഒരു വ്യക്തിക്ക് അവർ ചെയ്ത തെറ്റ് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ ഉറച്ച് ഇരിക്കും. പിന്നെ പതുക്കെ കുറച്ച് സമയമെടുത്തായിരിക്കും ഇവർ മനസ്സിലാക്കുന്നത്. അതായത് തെറ്റ് എൻ്റെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും സമ്മതിച്ച് തരാത്ത ആൾക്കാരില്ലേ, ആ ഒരു ഗണത്തിലാണ് ഇവർ പെടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളോട് ആരാണോ തെറ്റ് ചെയ്തത്, ചതി ചെയ്തത്, അവരുടെ യഥാർത്ഥ മുഖം മറ്റുള്ളവരുടെ മുന്നിൽ വരുന്നതാണ്. അവർ രണ്ട് മുഖമുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളുടെ മുന്നിൽ ഒരു മുഖം, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മുഖം, അങ്ങനത്തെ വ്യക്തി. ഇവിടെ എന്തായാലും നിങ്ങൾക്കുള്ള സന്തോഷ വാർത്ത, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ന്യായം ലഭിക്കും. നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ച കാര്യമാണ് എൻ്റെ ഇമോഷൻസിന് വാല്യൂ വേണം, എനിക്ക് വാല്യൂ വേണം എന്നുള്ള ഒരു കാര്യം. അത് നടക്കാൻ പോകുകയാണ്. നിങ്ങൾക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല. കാരണം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ ഇനി നിങ്ങൾ വിശ്വസിക്കും. കാരണം എൻ്റെ ലൈഫിൽ നല്ല ആൾക്കാർ വരണമെന്ന് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തില്ല. അതേപോലെ നല്ല ആൾക്കാർ തന്നെ വരും നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ നല്ല വ്യക്തികൾ വന്നാലും നിങ്ങൾക്കൊരു സംശയമായിരിക്കും, ഇത് നല്ല വ്യക്തിയാണോ, ഇത്രയും നല്ല വ്യക്തി എൻ്റെ ലൈഫിൽ വരുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും ഉറപ്പായിട്ടും നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ ദൈവത്തിനെ വിശ്വസിച്ച് അവരെയും വിശ്വസിക്കുക. നമ്മൾ തെറ്റ് ആയിട്ടുള്ള ആൾക്കാരെ വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഇത് വലിയ ബെസ്റ്റ് ആയിട്ടുള്ള ആളാണ്, ഇവരെ കഴിഞ്ഞ് വേറെ ആരുമില്ല. പക്ഷേ നമുക്കൊരു പണി കിട്ടുമ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷേ നല്ല വ്യക്തികളെ വിശ്വസിക്കാൻ പാടുമായിരിക്കും, നമുക്ക് സംശയം ഉണ്ടാകും. നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നല്ല ഒരു എന്താ പറയുക, ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോവുകയാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ചിന്താഗതിയിൽ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ചിന്തയിൽ ഒരു മാറ്റം വരുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ സത്യം പറഞ്ഞാൽ മുന്നേ ഉള്ള ആ ഒരു പാഠം കാരണം ഭയങ്കര ഇൻട്രോവർട്ടായി. അതായത് മുന്നേ നിങ്ങൾ നല്ല ഒരു ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന അങ്ങനെ ഒരു ഓറയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻട്രോവർട്ടായി. നിങ്ങൾക്ക് ആൾക്കാരോട് സംസാരിക്കാനും താല്പര്യമില്ല, അങ്ങനെ ഒരു ഇതിലോട്ടായി. കാരണം നിങ്ങൾക്ക് പേടി, ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ടതെന്ന് അറിയത്തില്ല. അത്രമാത്രമാണ് നിങ്ങൾ കഴിഞ്ഞ പാസ്റ്റിൽ അനുഭവിച്ചത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഓറ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേക്കണം. ആ ഒരു ഓറയിൽ നിങ്ങൾ ആരെയും എൻറ്റർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതായത് എൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും അറിയണ്ട, അങ്ങനെ ഒരു വ്യക്തിത്വം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് നല്ല കാര്യമാണ്. കാരണം മറ്റുള്ളവർ അറിയുമ്പോഴല്ലേ നിങ്ങളോട് പകയും വിദ്വേഷവും വയ്ക്കുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഇൻഫർമേഷൻസ് മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതെന്നല്ല, അങ്ങനെ പറയുമ്പോഴാണ് അവർക്ക് നിങ്ങളോട് അസൂയ തോന്നുന്നത്. കാരണം ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തകർക്കാൻ വേണ്ടി ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻഫർമേഷൻസ് പുറത്ത് പറയാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് എന്ത് സക്സസ് ലഭിച്ചാലും അത് നിങ്ങൾക്കുള്ളിൽ തന്നെ ഇരിക്കണം. ആ വ്യക്തികൾ ഇപ്പോഴും നിങ്ങളുടെ മേൽ കണ്ണു വയ്ക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ പ്ലാന്, എന്താണ് നിങ്ങൾക്ക് കിട്ടിയ സക്സസ്, എല്ലാം A to Z നിങ്ങളുടെ മേൽ കണ്ണു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഇൻഫർമേഷൻസും ആരോടും പറയരുത്. അപ്പോൾ ആരൊക്കെയാണോ നിങ്ങളുടെ ഇൻഫർമേഷൻസ് എടുക്കാൻ ശ്രമിക്കുന്നത് അവരോട് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധാപൂർവ്വം അവരെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ ഒന്നും പറയാൻ പോകണ്ട, നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഒന്നും അവർക്ക് ഷെയർ ചെയ്യണ്ട. അത് കുടുംബത്തിലായാലും ശരി, പുറത്തായാലും ഫ്രണ്ട് സർക്കിളിലായാലും ശരി, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത്. എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ.